മോദി സർക്കാർ റിലാക്സ് ആയിട്ട് ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. കാരണം മോദി വന്നപ്പോൾ തന്നെ ആദ്യം കൊണ്ടുവന്ന മേജർ ഭരണഘടനാ ഭേദഗതിയാണിത്. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ. അന്ന് രാജ്യസഭയിൽ മോദിക്ക് ഭൂരിപക്ഷമില്ല. ബട്ട് മറ്റ് കക്ഷികളെല്ലാം ചേർന്ന് ഇത് വേണ്ടതാണെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് അടക്കം എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കി. 16 അസംബ്ലികളും ഇതിനെ സപ്പോർട്ട് ചെയ്തു, റാറ്റിഫൈ ചെയ്തു. എന്നിട്ട് ആ ആക്ട് സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞു. ഭരണഘടനാ ബെഞ്ചാണ് 5 പേര്. 3 പേര് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞു, 2 പേര് ഇത് ഓക്കെ എന്നും പറഞ്ഞു. അപ്പോൾ ഭാരതത്തിൻ്റെ സുപ്രീമായിട്ടുള്ള പാർലമെൻറ്റ്, ലോക്സഭ, രാജ്യസഭ, 16 അസംബ്ലി ഇത്രയും പേര് കൂടി പാസ്സാക്കിയ സാധനം 3 പേര് ജീവിതത്തിൽ ഇന്ന് വരെ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാത്ത 3 പേര് റദ്ദാക്കി. അന്ന് മോദി സർക്കാർ തീരുമാനിച്ചു, നമസ്കാരം, എന്താണെന്ന് വെച്ച് ചെയ്തു. വാസ്തവത്തിൽ മോദി ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ആ ജഡ്ജ്മെൻ്റ് എടുത്തിട്ട് അവർ ഇന്ന കാര്യങ്ങൾ ഇതാണെന്നൊക്കെ പറയുന്നില്ല, ആ പഴുതും കൂടെ അടച്ചിട്ട് വീണ്ടും ഈ ബില്ല് ആക്റ്റാക്കി പ്രൊമൽഗമേറ്റ് ചെയ്യണം. എന്നിട്ട് സുപ്രീം കോടതി ചോദിക്കുക, നൗ വാട്ട് യു സീ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ ഒരു കൺഫ്രണ്ടേഷനിലേക്ക് മോദി പോയില്ല.